നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തൊക്കെ കീ എലമെൻസാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് മെയിൻലി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ രീതിയിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനായിട്ട് കുഞ്ഞിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പാരൻ്റൽ സപ്പോർട്ട് ആൻഡ് ഡെഡിക്കേഷനാണ്. അപ്പം ഈ പാരൻ്റൽ സപ്പോർട്ട് ആൻഡ് ഡെഡിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും. അപ്പം നമ്മളുടെ പാരൻസാണ് ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത്. രണ്ടുപേരും, അച്ഛനായാലും അമ്മയായാലും, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസ്, സിബ്ലിങ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കാലത്ത് മുൻകാലങ്ങളിലൊക്കെ പാരൻസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നിരുന്നത് പോലെ ഉള്ളൊരു ഡെഡിക്കേഷനും ഒരു സിൻസിയാരിറ്റിയൊന്നും പാരൻസിൽ ഞാൻ കാണുന്നില്ല. ഒരു വൈകല്യം ഉണ്ടെങ്കിൽ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഭയങ്കരമായിട്ടുണ്ട്. ഇന്ന് വീടുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ പൂട്ടിയിടുന്ന അവസ്ഥ വരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിപ്പോൾ ഒരു വൈകല്യം വന്നു പോയത് ആ കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ ആ പാരൻസിൻ്റെയോ ഒന്നും തെറ്റുകൊണ്ടല്ല. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതങ്ങനെ വന്നതുകൊണ്ട് പുറമേക്ക് നമ്മൾ അറിയാം, നമുക്ക് സൊസൈറ്റി ചിലപ്പോൾ നമ്മളെ കളിയാക്കി ചിരിക്കുകയും എല്ലാം ഉണ്ടാവും. അത് അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനുള്ള മാനസിക അവസ്ഥ, അതായത് മെൻ്റൽ സ്ട്രെങ്ത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അതുപോലെ എന്ത് വില നൽകിയും നമ്മൾ ആ ഡിസേബിലിറ്റിയെ അതിജീവിക്കും, അല്ലെങ്കിൽ ആ ഡിസേബിലിറ്റിയെ മാറ്റി എടുക്കും എന്നുള്ളത് നമ്മൾക്കൊരു പ്രതിജ്ഞ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് തെറപ്പി കൊടുത്താൽ തന്നെ പാരൻസ് 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത് ഫോളോ ചെയ്തതിന് ശേഷം പിറ്റത്തെ ആഴ്ച എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് ആയിരിക്കും. ഒന്നിൽ അവർ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ പോകണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ എക്സ്ക്യൂസസ് പറഞ്ഞ് ആണ് ഇവരെ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുവരാതിരിക്കുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പറയും ഫ്യൂച്ചർ എന്താകുമെന്ന് നമ്മൾ ഭയന്ന് നമ്മൾ ചിലപ്പോൾ ഒരു ആസ്ട്രോളജി അങ്ങനെയൊക്കെ നമ്മൾ പോയി അന്വേഷിക്കും, എന്താവും എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ. അങ്ങനെയൊന്നും നോക്കേണ്ടതില്ല. നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ. അല്ലാതെ ഒരു ആസ്ട്രോളജിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കയ്യിലാണ് കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ 3-4 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് മറ്റുള്ള കുട്ടികൾക്കെല്ലാം വൈകല്യങ്ങളൊന്നുമില്ല, അതിലൊരു കുഞ്ഞിന് മാത്രമാണ് വൈകല്യം. അപ്പം നമ്മൾ കൂടുതലായിട്ട് എന്നോടൊരു പാരൻറ്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ വൈകല്യമുള്ള കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധിച്ചാൽ എൻ്റെ മറ്റുള്ള കുട്ടികളുടെ ഫ്യൂച്ചർ മോശമായി പോവും. അതുകൊണ്ട് എനിക്കിതും അതും ഇല്ലാതാവുന്ന അവസ്ഥയിലെത്തും. അതുകൊണ്ട് എനിക്ക് ഇവനെ ഞാൻ ഇപ്പം അധികം കെയർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരോട് എനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് സൈലൻ്റായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരരുത്. നമ്മളുടെ മറ്റുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ഈ കുഞ്ഞിനെയാണ് അതിനെ വേണ്ടിയാണ് നമ്മൾ ബോധേഡ് ആവേണ്ടത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ കുഞ്ഞിന് ഒരുപാട് വൈകല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നതിലാണ് നമ്മളുടെ പരാജയം. ആ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ അവിടെയാണ് ഇല്ലാണ്ടായി പോകുന്നത്. പാരൻസ് മാത്രമാണ് കുഞ്ഞിൻ്റെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നത്. പാരൻസ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിലായാലും കുഞ്ഞിൻ്റെ ലൈഫ് ലോങ് ആ ട്രീറ്റ്മെൻറ്റ് ആക്കി തീർക്കരുത്.